ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എൻ്റെ പേര് ഉമ്മൻ ജോർജ്. അതിൻ്റെ അറ്റത്ത് ഒരു W ഉണ്ട്, വലിയ മണ്ണിൽ. എൻ്റെ ഗ്രാൻഡ് ഫാദർ അറിയപ്പെടുന്ന ഒരു വാഗ്മിയും എഴുത്തുകാരനും ശില്പിയും അങ്ങനെ നാനാ തുറകളിൽ ബഹുമുഖ വ്യക്തിത്വം കാഴ്ചവെച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നാട് കിഴുവായ്പൂര് ആയിരുന്നു. അദ്ദേഹത്തിന് 10 മക്കളാണ്. അതിൽ ഒരു മകൻ W. ജോർജ്. W. ജോർജിൻ്റെ ഏക മകനാണ് ഞാൻ. എൻ്റെ അമ്മ പുതുപ്പള്ളി, അവിടെ ഒരു എരമല്ലൂരുണ്ട്, അവിടെയുള്ള പാറയ്ക്കൽ കുടുംബത്തിലത്തെ അംഗമായിരുന്നു. അവർ യാക്കോബക്കാരായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ മാർത്തോമക്കാരനായിട്ട് ജന്മം കൊണ്ടും പിന്നെ പ്രവർത്തനത്തിൽ CMSലും അച്ഛനായിട്ട് ഒരുപാട് കാലം പലയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ആലുവയിലും അങ്ങനെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തും എൻ്റെ ഗ്രാൻഡ് മദർ വന്ന് ഇവിടുത്തെ പ്ലാന്റേഷൻ ഞങ്ങളുടേതല്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഇത് വെല്ലുമിച്ചിയാണ് ഇവിടെ ആദ്യം കുറേ മരങ്ങളൊക്കെ വെച്ചത്. രണ്ടാമത് ഞാൻ പഠിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിലാണ്, കിഴുമാട് പ്രൈമറി സ്കൂൾ, ഗവൺമെൻറ് സ്കൂൾ. ഒരു വിശേഷണവും പറയാനില്ലാത്ത ഒരു കാലത്താണ് അവിടെ പഠിച്ചത്. അതിനുശേഷം എനിക്കൊരു ഭാഗ്യം ലഭിച്ചത് മഹിളാലയം എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ വിദ്യാലയം ഞങ്ങളുടെ തൊട്ടടുക്കലുണ്ട്. പക്ഷേ അത് പെൺകുട്ടികൾക്കുള്ളതാണ്. പക്ഷേങ്കിൽ അവിടെ അന്നത്തെ കാലത്ത് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്ന് പറയുന്ന 3 ക്ലാസ്സുകൾ ഞാൻ അവിടെ അവരുടെ കൂടെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി, ഇന്നത്തെ ഭാഷയിലല്ല, പക്ഷേങ്കിൽ ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ കിട്ടാനായിട്ട് ഇടയായി. അതിനുശേഷം ഏറ്റവും ഉഴപ്പന്മാർ പഠിക്കുന്ന ആലുവയിലത്തെ സെൻറ്റ് മേരീസ് സ്കൂളിലേക്കാണ് ഞാൻ ചെന്നുപെട്ടത്. 4th ഫോം, 5th ഫോം, 6th ഫോം. ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവിൻ്റെ അമ്മ മരിച്ചതോടുകൂടി കിഴുവായ്പൂരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ അവിടെ അവസാനിച്ചു. എന്നാൽ അമ്മ വീട്ടുകാർ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഓർക്കുന്നതും ജീവിതത്തിൽ പ്രവർത്തന ശൈലിയിൽ കൂടുതൽ കോപ്പി ചെയ്യാൻ ശ്രമിച്ചതും എൻ്റെ അമ്മയുടെ അപ്പനെയാണ്. അമ്മയുടെ അപ്പൻ യാമപ്രാർത്ഥനയൊക്കെ നടത്തുന്നത് കണ്ട് അന്തം വിട്ട് ഒരു കൊച്ചുകുട്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ചാവടിയിൽ കിടന്ന ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണത്. ആ മനുഷ്യൻ 85-ാമത്തെ വയസ്സിലും ഞങ്ങളെ വള്ളത്തിൽ ഊന്നിക്കൊണ്ട് സമീപ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ നടത്തിയ സായാഹ്ന സവാരികൾ ഇന്നും ഹൃദയത്തിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യനോടും എൻ്റെ അപ്പൻ്റെ ഒരു പ്രമാണം, ഒരുപോലെ നീതിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു തത്വം, വിത്ത് ഗോഡ് ഫോർ മെൻ ആൻഡ് വിത്ത് മെൻ ഫോർ ഗോഡ്, ഇതെൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ അപ്പൻ തന്നെയാണ് നൽകിയത്. ഇനി അപ്പനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൻ ബിഷപ്സ് കോളേജ് കൽക്കട്ടയിൽ പോയി പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. കേരളത്തിലത്തെ YMCA പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. ആലുവയിൽ അന്ന് ആലുവ ഈ റെയിൽവേ സ്റ്റേഷൻ ആണ് എല്ലാവരും തെക്കുന്നുള്ളവരെല്ലാവരും വടക്കോട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് അച്ഛനായിട്ട് റെവറൻഡ് W. ഉമ്മൻ ആലുവയിൽ ചാർജാണ്. ആ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ കീഴുമാടിൽ വന്നിരുന്ന് 18-ാം വയസ്സ് കംപ്ലീറ്റ് ആയപ്പോൾ പ്രാർത്ഥിച്ച് ഒരു ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അത് സഭയിലും സഭയ്ക്ക് പുറത്തും ഉള്ള എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ആശുപത്രി, പഞ്ചായത്ത്, പൗണ്ട്, ഇവിടുത്തെ എല്ലാ റോഡുകളും, ഈ റോഡുകളിൽ കൂടെയുള്ള KSRTCയുടെ ബസ് 57-ൽ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരാൾക്കും അനുകരിക്കാനാവാത്ത വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം കടന്നു ചെല്ലുകയുണ്ടായി. മാത്രമല്ല YMCA ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞ് ഒരു സെൻറ്റർ സ്ഥാപിച്ചു. അത് കേരളത്തിലത്തെ YMCAകൾക്ക് ഒരു പ്രചോദനവും കൂടി വരവിനുള്ള വേദിയുമായിട്ട് ആലുവ പെരിയാറിൻ്റെ
ഓരത്ത് അങ്ങനെ ഒരു സ്ഥലം അപ്പച്ചനാൽ വാങ്ങുവാനും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനും ഒക്കെ ഇടയായി. അതിന് അതേ കാലത്ത് തന്നെ ഇവിടെ ആലുവ ബ്ലൈൻഡ് സ്കൂൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുക്കൽ ഒരു സ്ഥാപനവും അതേ പീരീഡിൽ തന്നെ സൃഷ്ടിക്കുവാനിടയായി. ആ തരുണത്തിൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറും മല്ലപ്പള്ളി പള്ളിക്കൂടം ഹൈസ്കൂള് പണിയിപ്പിച്ചത് 30s ഞാൻ ഓർക്കുന്നത്. വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഇമ്മാനുവൽ ചർച്ചും പണിയെഴിപ്പിച്ചത്. അത് ഇന്നും പ്രൗഢമായിട്ട് കരിങ്കല്ലിൽ പണിത 2 ഇത് അപ്പച്ചൻ്റെയും വല്യപ്പച്ചൻ്റെയും ഒക്കെ ഓർമ്മ തുടിക്കുന്ന, ചിലപ്പോഴൊക്കെ യാത്രകൾക്ക് താല്പര്യം വരുമ്പോൾ പോകാറുണ്ട്, കാണാറുണ്ട്. എൻ്റെ 2 ജ്യേഷ്ഠൻ്റെ മക്കൾ കസിൻസാണ്. കസിനായിട്ടുള്ള ജ്യേഷ്ഠൻ്റെ മക്കൾ ഹൂസ്റ്റണിലുണ്ട്. ഒന്ന് ജോൺ W. വർഗീസ്, 2 പ്രസാദ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ജോൺ ഉമ്മൻ. ഇങ്ങനെ 2 വ്യക്തികൾ അവിടെ ഉണ്ട്. മറ്റ് കാര്യങ്ങൾ എൻ്റെ വിദ്യാഭ്യാസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ UC കോളേജിലാണ് പഠിച്ചത്. അത് ഒരു തെക്കരും വടക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ തെക്കര് ധാരാളമായിട്ട് വന്ന് ബോർഡിങ്ങിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ചെങ്ങന്നൂർ കോളേജ് പോലും ഉണ്ടായിട്ടില്ല. അപ്പം അവിടേക്ക് ധാരാളം ആൾക്കാർ വന്നപ്പോൾ ഈ നമ്മുടെ എന്ന് പറയുന്നത് ആ തെക്കരാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ആ കാലഘട്ടത്തിൽ കിട്ടാൻ. എന്നാൽ ഞാൻ ഡേ സ്കോളേഴ്സിൻ്റെ പ്രതിനിധിയായിട്ടൊക്കെയാണ് എലക്റ്റഡ് ആയത്. ഫൈനൽ ഇയറിൽ ഞാൻ കോളേജ് യൂണിയൻ സെക്രട്ടറിയുമായിരുന്നു 64-65. ഇത് കാണുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പഴയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അവിടത്തെ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായ ഈ FACTയിൽ ഒരു ജോലി അപ്രൻറ്റീസായിട്ട് എനിക്ക് ലഭിച്ചു. ആ കാലയളവിൽ ലയോള കോളേജ് ട്രിവാൻഡ്രത്തു നിന്ന് 2 പേര് ഇവിടെ YMCAയിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അവരിൽ നിന്ന് ഉത്തേജനം പ്രാപിച്ചാണ് ഞാൻ എൻ്റെ PG ചെയ്യാനായുള്ള തീരുമാനമെടുത്തതും അത് MSW ആയിരിക്കണം എന്ന് തീരുമാനിച്ചതും. എൻ്റെ സ്പെഷ്യലൈസേഷൻ പേഴ്സണൽ മാനേജ്മെൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ആരംഭിച്ച് ഈ പഠിത്തം കഴിഞ്ഞ് 68 പുറത്തു വന്നപ്പോൾ FACTയിൽ തിരിച്ച് കയറാനായിട്ടുള്ള എൻ്റെ ശ്രമം സാധിച്ചില്ല. ചില വിഷയങ്ങളുണ്ടായതുകൊണ്ട് അതിൻ്റെ ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ച് ഞാൻ കെമിസ്റ്റായിട്ട് ജോയിൻ ചെയ്യാതെ മാറി നടന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ അപ്പനോട് ചേർന്ന് ആദ്യമേ അപ്പൻ്റെ കൂടെയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും ഗ്രൂപ്പ് വർക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അധംകൃത വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ സ്നേഹിച്ച് അവനാൽ വേർപെടുത്തി കൊണ്ടുവന്ന ജനം താമസിച്ചിരുന്ന ഒരു 200 ഏക്കറോളമുള്ള ഒരു പ്രദേശം ചാലക്കുടിക്ക് അടുക്കലായിട്ടുണ്ട്. അവിടുത്തെ കമ്മ്യൂണിറ്റി ഓർഗനൈസറായിട്ട് അവിടുത്തെ അന്നത്തെ ഡെസിഗ്നേഷൻ കേസ് വർക്കർ എന്നായിരുന്നു അവിടെ ആയിരിക്കാൻ ഇടയായി. 1 വർഷത്തോളം ഞാൻ അവിടെ ആയിരുന്നു. വലിയ ഓർമ്മകൾ നൽകിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ തെറ്റുകളും കുറവുകളും എല്ലാം എനിക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി. അവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിതൻ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഒരു വേക്കൻസി ഉണ്ടാകുന്നു എന്നറിയിക്കുകയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഒരു റിസർച്ച് പ്രൊജക്റ്റിൽ അംഗമാകുവാൻ 2 വർഷം അവിടെ അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, അത് ഡാനിഷ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റിനും ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും വീടുകൾ സന്ദർശിക്കുവാനും രോഗനിശ്ചയം ചെയ്യുന്ന ഡോക്ടറെ കൂടെ നിന്നുകൊണ്ട്, ലേഡി ഡോക്ടറാണ് മെയിൽ സോഷ്യൽ വർക്കറുടെ കൂട്ടത്തിൽ വന്നത്, ഇന്ന് അവിടെ ഇല്ല, ദിവംഗതയായി. ഞങ്ങൾ അങ്ങനെ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുക്കി ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ആ ഇടുക്കി ഡാമിൻ്റെ കൺസ്ട്രക്ഷനിൽ അവിടെ ഒരു ലേബർ ഓഫീസറുടെ വേക്കൻസി ഉണ്ടെന്നറിഞ്ഞ് 71 ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ദൈവം സഹായിച്ചു. 71 ഞാൻ അവിടെ കയറി. 72 എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തിരിച്ച് നാട്ടിൽ വന്ന്, അതായത് ആലുവയിൽ വന്ന് ഭവനത്തിൽ തന്നെ താമസിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പെട്ടെന്ന് എനിക്ക് ഒരു ജോലി ഇവിടെ അടുത്ത് വലിയ കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ റയൻസ് പെരുമ്പാവൂരിൽ ഒരു വെൽഫെയർ ഓഫീസറായിട്ട് ജോലി കിട്ടി. ഒരു പക്ഷെങ്കിൽ അത് ജോലിയിലൊരു പ്രൊമോഷനായിട്ട് കണക്കാക്കാനൊക്കത്തില്ലെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ പണിയാനായിട്ട് ആ കാലഘട്ടം ഉപയോഗിക്കപ്പെട്ടു. 3 വർഷം അവിടെ തികച്ചപ്പോൾ
അവിടെ ഒരു സമരമൊക്കെ വന്ന് അങ്ങനെ കമ്പനിയുടെ പോക്ക് ശരിയല്ല എന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് അപ്പോളോ ടയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഓർഗനൈസേഷൻ ചാലക്കുടിയിലുണ്ടാകുന്നതായിട്ട് അറിയുകയും അവിടെ ശ്രമിച്ചപ്പോൾ അവിടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ഒരു എക്സിക്യൂട്ടീവായിട്ട് ജോലി കിട്ടി. 76 മുതൽ 81 വരെ അവിടെ തുടർന്നു. അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഹിന്ദി സംസാരിക്കുന്നവരുമായിട്ട് ചേർന്ന് ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നൊക്കെ CSIക്കാരനാണ്, കൊയറിപ്പോകും പാടും എന്നുള്ളതല്ലാതെ യേശുവിനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ യേശുവിനെ അറിയാനായിട്ട് ദൈവം മുന്നമേ കരുതി എന്നെ സൂക്ഷിച്ചു എന്ന് എനിക്കറിയാം. പല വാഹനാപകടങ്ങളിൽ നിന്നും ആ കാലത്ത് രക്ഷിക്കപ്പെടുവാൻ അതല്ലാതെ മറ്റൊരു കാരണവുമില്ല. എൻ്റെ വൈദഗ്ധ്യം ഒന്നുമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അപ്പോളോ വിട്ട് കൊമിങ്കോ ബിനാനി എന്ന് പറഞ്ഞ ഇവിടെ വീടിനടുക്കലുള്ള ആലുവയിൽ തന്നെയുള്ള എടയാറുള്ള ആ സ്ഥാപനത്തിൽ ഒരു പേഴ്സണൽ ഓഫീസറുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് പ്രേരണ ചെലുത്തി ഞാൻ അവിടെ വന്ന് അവനോട് ചേർന്ന് 3.5 വർഷം ഞങ്ങൾ അവിടെ ഒന്നിച്ചായിരുന്നത്. അദ്ദേഹം ബ്രാഹ്മണനാണ്, എങ്കിലും എന്നെ വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു കാലം. പിന്നെ അവിടുന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2 കമ്പനികളിൽ അടുപ്പിച്ചടുപ്പിച്ച് ജോലി കിട്ടി. ഒന്ന് മാസോണിലാൻ ഇന്ത്യ ലിമിറ്റഡ്. അതിൻ്റെ തുടക്കത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയ ആ ഒരു പീരീഡ് കൊണ്ട് എനിക്ക് മധുര കോട്ട്സിലേക്ക് ഒരു ജോലി കിട്ടി. മധുര കോട്ട്സിൽ ഞാൻ ഏതാണ്ട് 4 കൊല്ലത്തോളം സബ് മാനേജറായിട്ട് IRൻ്റെ ചാർജായിട്ട് വലിയ അനുഭവങ്ങൾ സമ്പത്തുകൾ നേടിയെടുക്കാൻ സാധിച്ചു. ഞാൻ അവിടുന്ന് പിരിഞ്ഞ് നേരെ ഫാമിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആലോചനയോടുകൂടി വന്നു. എന്നാൽ എൻ്റെ ജീവിത പങ്കാളിക്ക് അത് പോരായ്മയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ജോലിക്ക് പോയി. അത് എക്സൽ ഗ്ലാസ് എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ ഒരു ഗ്ലാസ് ഫാക്ടറിയിലായിരുന്നു. അത് വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ തന്നു. മാത്രമല്ല ഇൻസെൻറ്റീവ് മലയാളി തൊഴിലാളിക്ക് പ്രിയങ്കരമാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകുവാനും അതിൽ മുന്നേറുവാനും 14 ദീർഘകാല അടിസ്ഥാനത്തിലുള്ള എഗ്രിമെൻറ്റുകൾ ആ വഷള് പിടിച്ച സ്ഥലമെന്ന് വിചാരിച്ച ആലപ്പുഴയിൽ ഒരു സുവിശേഷ പ്രവർത്തകൻ്റെ വാശിയോടെ വ്യഗ്രതയോടെ പെരുമാറാൻ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്നെ തേടി ഒരു എൻ്റർപ്രന്യർ എത്തി. വളരെ നിർബന്ധം ചെലുത്തി എന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ജനറൽ മാനേജറാക്കി അവതരിപ്പിച്ചു തൊടുപുഴയിൽ. അത് ഒരു ഈ വേസ്റ്റ് പേപ്പറിൽ നിന്ന് കാർട്ടൺസിലേക്ക് ഉള്ള ഒരു ഇതായിരുന്നു അതിൻ്റെ പ്രവർത്തനം. പക്ഷേങ്കിൽ അതിൻ്റെ പ്രവർത്തന ശൈലിയിൽ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് പല പോരായ്മകളും ഉണ്ടായതുകൊണ്ട് സ്ഥാപനം പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാനിരിക്കുമ്പോഴാണ് ഞാൻ അന്ന അലൂമിനിയത്തിൽ ഒരു ബ്രീഫായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുകയായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ ഈ കൊങ്കിണി എന്ന് പറയുന്ന ആ ആളുകളുടെ അവരുടെ ഒരു കമ്പനിയുടെ ഗ്രൂപ്പിൻ്റെ മുഴുവൻ പേഴ്സണൽ മാനേജറായിട്ടൊരു ചെറിയ കാലം അവരോടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുക. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, കുട്ടികൾക്കായിട്ടുള്ളൊരു മാഗസിൻ. അല്ല, മലയാളത്തിലെ പൂമ്പാറ്റയുടെ ക്ലോഷർ ഞാനിരിക്കുമ്പോൾ ചെയ്യേണ്ടി വന്നു. കാരണം ഒരു തരത്തിലും മുതലാകാത്ത വിധത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന പണം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരനുഭവമാണ് പൂമ്പാറ്റയിലുണ്ടായത്. പൂമ്പാറ്റയിൽ നിന്ന് ഞാൻ കുറച്ച് കാലത്തേക്ക് ഈ വർക്കുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി. അത് ഇവരുടെ ഈ PVS ഗ്രൂപ്പിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു കലൂര്, എറണാകുളത്ത്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മനോരമയിലത്തെ ഒരു എക്സിക്യൂട്ടീവ് അവിടെ രോഗബാധിതനായിട്ട് വന്നു. അങ്ങേരോട് ചെറുതായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേരുടെ രോഗത്തിൻ്റെ കാരണം ഒരു പുതിയ പ്രൊജക്റ്റ് മഹാരാഷ്ട്രയിലെ ലാത്തൂര് ഉണ്ടായിട്ടുണ്ട്, അതിന് പറ്റിയ ഒരാളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 1000 രൂപ എനിക്ക് കിട്ടുന്നതിലും കൂടുതൽ തരാമെങ്കിൽ ഞാൻ വരാം സാറേ. നിൻ്റെ അപ്പൻ സമ്മതിക്കുമോ? അപ്പനെയൊക്കെ അറിയുന്ന ആളാണ്. ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് ഞാൻ ഒരിക്കലും സ്റ്റേറ്റ് വിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേങ്കിൽ സ്റ്റേറ്റ് വിട്ട് 94
ഞാൻ മഹാരാഷ്ട്രയുടെ ഒരു ഉൾഗ്രാമം ബാനേഗാവിൽ ചെന്നുപെടുവാനും അവിടുത്തെ ജനതയുടെ ഉൾക്കാമ്പുകളെ കൃത്യമായിട്ട് അറിയുവാനും സ്നേഹത്തിൽ നിറയുവാനും സ്നേഹം പകരുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അപ്പോൾ എനിക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് ബാബുജി എന്നാണ്. ബാബുജിയുടെ പേരിൻ്റെ അവരെ അത് മാസ്റ്റർ എന്നുള്ള നിലയിൽ എടുക്കുകയും അങ്ങനെ വളരെ എനിക്ക് തൃപ്തിയുള്ള ഒരു ജോലി ചെയ്തു തീർക്കുവാൻ ദൈവം അനുവദിച്ചു. 178 വീടുകൾ ഞങ്ങൾ ആ സമയത്ത് അവർക്കായി നിർമ്മിച്ച് കൊടുക്കുവാനായിട്ട് ദൈവം എന്നെ ചുമതലപ്പെടുത്തിയല്ലോ എന്നോർത്ത് ദൈവത്തിലേക്ക് തിരിച്ച് നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അവിടെ എൻ്റെ കൂടെ ചെറിയൊരു ടീമിനെയാണ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്. അത് ഞങ്ങളെ നയിച്ച രാജൻ മാത്യു സാറിനെ ഞാൻ കൃത്യം ഓർക്കുന്നു. അദ്ദേഹം ഇന്നില്ല, ഭൂമുഖത്തില്ല. വലിയ സ്നേഹം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്, എൻകറേജ്മെൻറ്റ് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ തിരികെ വന്നപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ധാരാളമായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ട് കിഡ്നിയിൽ എനിക്ക് കിഡ്നിയിലല്ല, എനിക്ക് ഒരു 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 കല്ലുണ്ടായിരുന്നു. ആ കല്ല് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഗോൾ ബ്ലാഡറിൽ അപ്പം അന്ന് ഈ ചെറിയ സർജറി കൊണ്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഡോക്ടർ എന്നെ അതിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ചെന്നപ്പം ആ കല്ല് പൊട്ടിയിരിക്കുകയായിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ഹെവൻലി ഫീസ്റ്റുമായിട്ട് ചേർന്ന് നടക്കാൻ ആരംഭിച്ചിരിക്കുന്നൊരു കാലമാണ്. തങ്കു ബ്രദർ എന്നെ കാണാൻ വന്ന് തങ്കു ബ്രദർ ആദ്യം എൻ്റെ അടുക്ക പറഞ്ഞു, ഈ കല്ല് പൊട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ ഓൺ റെക്കോർഡ് ഹി വാസ് റൈറ്റ് ആൻഡ് നോട്ട് ഹീ. ആ ദൈവികമായിട്ടുള്ള വിസ്ഡത്തിൻ്റെ ഒരു പ്രതിഫലനം എനിക്ക് വേണ്ടി കർത്താവ് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കാണിച്ചതെന്നാണെന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ശാരീരിക സ്ഥിതി നോർമലാകുന്നതിന് മുമ്പ് മനോരമ വിളിച്ച് പറഞ്ഞു, ഒരു ചെറിയ പണിയുണ്ട്, തനിക്ക് പറ്റുമെന്ന് അറിയത്തില്ല, കൂടുതലും PR ആണ്. ഞാൻ പറഞ്ഞു, വയസ്സുകാലത്ത് സാറേ വീട്ടിൽ നിന്ന് പോകാമല്ലോ. നെടുമ്പാശ്ശേരിയിലാണ്, എല്ലാ ദിവസവും അവിടെ പോയിരിക്കണം, അവിടെ വരുന്ന VIPസിനെ കാണണം, കൊച്ചു ജോലികളൊക്കെ ഉള്ളൂ. വലിയ പ്രമാദമായിട്ട് ഒരു ലൈബ്രറി പോലെ കുറച്ച് പുസ്തകങ്ങൾ ഞങ്ങൾ അവിടെ വെക്കും. അത് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിൽക്കാനെങ്കിൽ വിൽക്കാതിരിക്കാം. ഞാൻ ചാടിപ്പിടിച്ചു. ഞാൻ മുണ്ടുമൊക്കെ കൊടുത്തുകൊണ്ടാണ് ആദ്യം അവിടെ ചെന്നത്. അങ്ങനെ 6 വർഷത്തോളം ഞാൻ അവിടെ ഇരുന്നു. ആ കാലത്താണ് എൻ്റെ മകൻ എൻജിനീയറിങ് പഠിച്ച് പൂർത്തിയാക്കിയത്. അത് ദൈവം ഒരുക്കിയ ഒരു സന്ദർഭമായിരുന്നു എന്ന് പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞു. ഒരു ബ്രദർ ആൻഡ് ഫാമിലി ആണ് എൻ്റെ തൊട്ട ക്യാബിൻ ഓക്യുപ്പൈ ചെയ്തിരുന്നത്. അവർ ഫിലിപ്പ് ആൻഡ് മിസ്സസ് ഫിലിപ്പ്. മിസ്സസ് ഫിലിപ്പ് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു, നമ്മുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ഈ നമ്മുടെ പഞ്ചായത്തിൽ. അവർ വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് വന്ന വചനത്തിൽ ഏറ്റവും ആ 6 വർഷവും എനിക്ക് പ്രത്യേകിച്ച് ജോലിയില്ലാത്തത് കൊണ്ട് ആ ജോലി സമയം മുഴുവൻ വചനം വായിക്കാനായിട്ട്, വചനം പഠിക്കാനായിട്ട്, അത് അവരുടെ അറിവ്, ബ്രദറുകാരുടെ അറിവിനെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. അതുപോലെയുള്ള അറിവിൻ്റെ നിറവുകൾ എനിക്ക് പകർന്നു കിട്ടാനും അവരോട് സൗഹൃദം ആചരിക്കാനും ഫെലോഷിപ്പ് കൂടുവാനും ഒക്കെ ഉള്ള അവസരങ്ങൾ നൽകി. എന്നാൽ ആ സന്ദർഭത്തിൽ ഞാൻ 2002 സ്നാനമേറ്റ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. അവിടെ വന്ന് 24 വർഷങ്ങൾ ഇപ്പോൾ പിൻവിട്ടിരിക്കുന്നു. പല കൂട്ടരുടെ കൂടെ ഞാൻ ആരാധിക്കാനായിട്ട് പോയിട്ടുണ്ട്. എല്ലായിടത്തും എനിക്ക് സ്വീകാര്യത ലഭിച്ചു, അർഹിക്കുന്നതിൽ കൂടുതൽ ബഹുമാനം ലഭിച്ചു, വചനം ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. എല്ലാത്തിനുമായിട്ട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നത്, ഗോഡ് പ്രൊവൈഡ്സ്, ഗോഡ് ചൂസസ്, ആൻഡ് ഗോഡ് പ്രൊവൈഡ്സ് ടു ദോസ് പീപ്പിൾ ഇൻ ഹും ഹീ ഈസ് പ്ലീസ്ഡ്. സോ അത് മുന്നമേ നമ്മളെ നിയമിച്ചിരിക്കുകയാണെന്നും കൃത്യമായിട്ട് അത് എല്ലാം സൽപ്രവൃത്തികളെല്ലാം നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുവാനുള്ള അവസരവും ദൈവം തന്നു. പിന്നെ ഇപ്പോൾ റിട്ടയറായിട്ട് പൂർണ്ണ റിട്ടയർമെൻറ്റിൽ ആഘോഷമായിട്ട് ഈ ഫാമിൽ എനിക്കൊരു 7 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ട്. ആ 7 ഏക്കർ സ്ഥലത്ത് പലതരത്തിലുള്ള പുതിയ അഗ്രികൾച്ചറൽ എക്സ്പെരിമെൻറ്റ്സ് ഇപ്പം ഞാൻ 600 മലവേപ്പ് വെച്ചിട്ടുണ്ട്.
പിന്നെ പലതരത്തിലുള്ള തെങ്ങിൻ്റെ പെട്ടയായിട്ട് 2 എണ്ണം കൊന്ന് അങ്ങനെ 100 എണ്ണം ഇപ്പം വെച്ച് ഞാൻ ഇങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. ഇവിടെ അടുക്കലൊരു 10 എണ്ണം കൂടി ഇനി വെക്കാനായിട്ട് ഇരിപ്പുണ്ട്. അതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ സമ്മറി. ഞാൻ നിർത്തുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അത് എനിക്ക് 3 മക്കളാണ്. മൂത്തോള് അമേരിക്കയിൽ അറ്റ്ലാന്റയിലാണ്. അവളുടെ ഭർത്താവ്, എനിക്ക് ഒരു ഭാഗ്യം ഞാൻ പറയും, എൻ്റെ 3 മരുമക്കളും ഹിന്ദു നാമധാരികളായിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ അവർ കൊണ്ടുവന്ന ധന്യത പറയാതിരിക്കാനാവില്ല. അവൻ്റെ പേര് ജയദീപ് എന്നാണ്. അവൻ വന്നു ജയദീപമായിട്ട് ഞങ്ങളുടെ ഇടയിൽ ആയിരിക്കുന്നു. 96-ലാണ് ആ കല്യാണം നടന്നത്. 2 മക്കൾ അവർക്കുണ്ട്, റൂബനും ഈവായും. പിന്നെ രണ്ടാമത്തെ ആൾ ബാബി, അവളുടെ ഭർത്താവ് ഡോക്ടർ വിവേക്. അവർ നാരായണ ഹൃദയാലയ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. അവർക്കും 2 മക്കളാണ്, റയനും റിയയും. മൂന്നാമത് എനിക്ക് മകനാണ്, എൻ്റെ അപ്പൻ്റെ പേരുകാരൻ W. ജോർജ് ജൂനിയർ. അവൻ ഇൻഫോസിസിന് വേണ്ടി തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യ ധന്യ കുമ്പനാട്ടുകാരിയാണ്. അവൾ TCSൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് 2 പെൺകുട്ടികളാണ്. ഒന്ന് ദിയായും 2 നൈനയും. ഇതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എ ചോസൺ ഫാമിലിയിൽ വന്ന് ജനിക്കാനായിട്ട് ഇടയാക്കി, ദൈവത്തെ അറിയാൻ തൻ്റെ പുത്രനിൽ കൂടെ വെളിപ്പെട്ട ആ തേജസ് പിൻപറ്റാമോ എന്നുള്ള ശ്രമത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഓട്ടം നിലച്ചിട്ടില്ല. ഇനിയും ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് ഓടുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആത്മശക്തി എന്നിൽ വ്യാപരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്രത്തോടെ ഞാനായിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. താങ്ക് യു സോ മച്ച് സാർ. ഈ അഭിമുഖം നിർത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ. സാറിൻ്റെ പേര് ബാബുജി തന്നെയാണോ ചെറുപ്പത്തിൽ സ്കൂളുകളിൽ ചേർത്തിരുന്നത്? സാറിൻ്റെ സഹോദരങ്ങളെ പറ്റിയോട്, അതുപോലെ പേരൻസിനെ പറ്റി കുറച്ചുകൂടെ, അവരുടെ ജോലി അല്ലെ അവരുടെ കുടുംബസ്ഥ കാര്യങ്ങൾ, കുടുംബത്തിൽ അറിയപ്പെട്ടിരുന്ന ആ കാലത്ത് അറിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രശസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ആരെ പറ്റിയും പറയണമെങ്കിൽ കുറച്ച് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ആദ്യം എൻ്റെ ഫാദർ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, W. ജോർജ്. ഈ ഭാഗത്ത് നോർത്ത് കേരള റീജിയനിലെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളറിയാം. സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ലൈബ്രറി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ പൊതുപ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയമില്ലാതെ കതർ മാത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു ശൈലി പുള്ളി കാണിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ എന്ന് എനിക്ക് അവകാശപ്പെടാൻ ഒക്കത്തില്ല. ഞാൻ പ്രൊഫഷണലായിട്ടുള്ള സോഷ്യൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത സമയത്ത് ഒരു 25 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞപ്പോൾ ലാത്തൂരിലത്തെ വീട് പണിതതിൻ്റെ നന്ദി സൂചകമായിട്ട് എന്നെ ആദരിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആദരിക്കുന്നത് ശരിയല്ല, മനോരമയാണ് എനിക്ക് ശമ്പളം തന്നത്, മനോരമയ്ക്കാണ് നിങ്ങളുടെ ആദരവ് കൊടുക്കേണ്ടത്, ഞാൻ കൂലിക്കാരനായി വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകം നോക്കുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് മാർഗദർശികളാണ് എന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. അത് അമ്മയുടെ വീട്ടുകാരും അപ്പൻ വീട്ടുകാരും. ഇനി പറയാനായിട്ട് വേറൊരാളുണ്ട്, എൻ്റെ കൊച്ച് അളിയൻ. പുള്ളി എന്നേക്കാൾ 18 വയസ്സ് യങ്ങറാണ്. തോമസ് കുട്ടി, ഹെവൻലി ഫീസ്റ്റിലെ 2ാമത്തെ ആൾ, തോമസ് കുട്ടി ബ്രദർ എന്ന് അറിയപ്പെടുന്ന. ഇപ്പം അവൻ്റെ മകനും ബെന്നും ശുശ്രൂഷയിലുണ്ട്. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ തിരഞ്ഞെടുത്തതും ഇങ്ങോട്ട് കൂട്ടി വന്നു. അവൾക്ക് മാത്രം ദൈവം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കൊടുക്കാതെ എൻ്റെ കൂടെ എൻ്റെ സന്തോഷങ്ങളിൽ എൻ്റെ കൊച്ചു ദുഃഖങ്ങളിലൊക്കെ ഒന്നിച്ചിരിക്കാനായിട്ട് കൃപ നൽകി. തോമസ് കുട്ടി ഇന്ന് അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാണ്. അനേക ആളുകളുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് മിറക്കിൾ വർക്കർ ആയിട്ട് ഇന്നും ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. അതുകൊണ്ട് നേരിട്ടുള്ള സംശയങ്ങളൊക്കെ
സ്റ്റേജിൽ വെച്ചിട്ടല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രൈവറ്റായിട്ടുള്ള കോൺവെർസേഷൻസ്, രാത്രിയുടെ യാമങ്ങളിൽ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു യങ്ങർ ആളെ എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തന്നത് ഓർക്കുന്നു. അതിനെപ്പറ്റി പറയാനായിട്ട് എനിക്ക് ലജ്ജയുമില്ല. മറ്റ് വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ പെങ്ങന്മാർ വളരെ അറിയപ്പെട്ടവരാണ്. അവരിൽ ഒരു അക്കൗമ്മൻ ഉണ്ടായിരുന്നു. അവർ ഒരു സ്കൂൾ ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നു ക്ലോസിങ് ഇയേഴ്സിൽ. അതുപോലെ തന്നെ മദ്രാസ് വിമൻസ് ക്രിസ്ത്യൻ കോളേജിലെ അത്ലറ്റിക്സ് ഒക്കെ നോക്കുന്ന സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജായിരുന്നു അന്ന ഉമ്മൻ. ഇവരുടെ വ്യക്തിത്വങ്ങൾ, അവരെ കല്യാണം കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ പ്രസൻസ് ഞങ്ങളുടെ എല്ലാ വീടുകളിലും വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. എൻ്റെ സഹോദരി തൊട്ടടുക്കലാണ് താമസിക്കുന്നത്. അവളുടെ പേര്, ഞാനിട്ട പേരാണ് കുഞ്ഞുഞ്ഞ് വീട്ടിൽ വിളിക്കുന്നത്. മേരി എന്നാണ് പേര്. അവൾ അത്ലറ്റിക്സിലും സ്പോർട്സിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് 60കളിൽ. പിന്നീട് ഒരു ട്യൂഷൻ സെൻറ്റർ നിർമ്മല കോളേജ് എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് FACTയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അത് കെമിസ്ട്രിയിൽ നിന്ന് പ്രൊമോഷനായിട്ട് അങ്ങനെ ആ ഉയരങ്ങളിലേക്ക് ചെല്ലാൻ സാധിച്ചതാണ്. അവരുടെ മക്കളെ കൂടെ ഓർത്തോട്ടെ. ഡോക്ടർ സുമ, അവൾ ഇപ്പം സലാലായിലുണ്ട്. രണ്ടാമത്തേത് സുബിൻ, അവൻ അമേരിക്കയിലാണ്. സ്ഥലത്തിൻ്റെ പേര് കിട്ടുന്നില്ല. പിന്നെ ഇളയ മകള് ഇവിടെ കോലഞ്ചേരി ഹോസ്പിറ്റലിലെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത്, പ്രൈമറി സ്കൂളിൽ സാറിൻ്റെ അധ്യാപകരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാറ് ഇൻഫ്ലുവൻഷ്യലായിട്ട് കണ്ട ഒരു വ്യക്തി ആരായിരുന്നു സാറിൻ്റെ മോൾഡ് ചെയ്യുന്നതിൽ? അങ്ങനെ സ്കൂളിൽ വെച്ചിട്ട് ആരുമില്ലായിരുന്നു. പക്ഷേങ്കിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട്, അന്ന് 8 എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പം ഇവിടെ മഹളാലയം സ്കൂളിലത്തെ ഒരു ടീച്ചർ ദൈവപുരുഷ എന്നെ വിളിച്ചു. അപ്പം ദൈവ മനുഷ്യ എന്തോ വിളിച്ചു. അപ്പോൾ അതൊരു വല്ലാത്തൊരു വിളിയായിപ്പോയി. ഞാൻ കൊച്ചമ്മയുടെ അടുക്കൽ, കൊച്ചമ്മയെന്നാണ് അവിടെ ടീച്ചേഴ്സിനെ വിളിക്കുന്നത്, ഞാൻ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നീ ഉമ്മനച്ചൻ്റെ കൊച്ചുമകനല്ലേ, അതുകൊണ്ടാണ് നിന്നെ അങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. പിൽക്കാലത്ത് ഈ വിളി സ്ട്രോങ്ങറായിട്ട് ഫീൽ ചെയ്തപ്പം ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. കാരണം കർത്താവ് ഒരു മാർക്ക് ഇടുകയായിരുന്നു. ആ ഒരു വിളിയിൽ കൊച്ചമ്മയിൽ കൂടെ ആ ഡീപ്പ് ഡിസയർ ഓഫ് ഗോഡ് ഓൺ മാൻ അത് എക്സ്പ്രസ് ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കുന്നു. കൊച്ചമ്മയുടെ ഓർമ്മകൾ, അതുപോലെ കൊച്ചമ്മമാർ ഒത്തിരി പേരുണ്ട്. എന്നെ ആക്ച്വലി മോൾഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഹെസ്റ്റർ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ സ്കൂൾ സ്ഥാപിച്ച ഒരു വ്യക്തിത്വമുണ്ട്. പുള്ളിയാണ് എന്നെ കൈപിടിച്ച് ഇംഗ്ലീഷ് എഴുതാൻ പഠിപ്പിച്ചത്. അത് ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് അവരുടെ ബംഗ്ലാവിൽ ചെല്ലുമായിരുന്നു, ഞാനും എൻ്റെ സഹോദരിയും. അപ്പോൾ അവരുടെ മണം വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഈ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു ജീവിയെ പോലെയാണ് ഞാൻ അന്ന് അവരെ കണ്ടത്. പക്ഷേ എത്ര സ്നേഹത്തോടു കൂടി, എനിക്ക് ഉരുളനക്ഷരം വരത്തില്ല, എൻ്റേതെല്ലാം കോല് പോലെ നീണ്ടുപോകുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഉരുട്ടാനുള്ള അവരുടെ ശ്രമം ഞാൻ ഇന്നും ആദരവോടുകൂടി ഓർക്കുന്നു. അങ്ങനെ മണ്ണടിഞ്ഞു പോയ ആളുകളാണ് ഇവിടെ സുവിശേഷത്തിൻ്റെ തിരുനാളം കത്തിച്ച് വിദ്യാഭ്യാസം പകർന്നത്. എത്ര മുസ്ലിംസ് ഈ ക്രൈസ്തവ മഹളാലയത്തിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ആ വെളിച്ചത്തിൽ ദൈവത്തെ അറിയാനായിട്ടിടയായിട്ടുണ്ട്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരാരും ഒരു കാലഘട്ടത്തിലത്തെ പ്രവർത്തനത്തെയും ദൈവത്തിന് വേണ്ടാതെ ആയിട്ടില്ല. എല്ലാ പ്രവർത്തനങ്ങളെയും സംയോജിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ദൈവം തന്നെയാണ്. താങ്ക് യു സാർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ആത്മീയമായിട്ട് പലരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. സാറ് വളരെ ആത്മീയമായിട്ട് ബലപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ഭൗതികമായിട്ട് കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന ആരെങ്കിലുമായിട്ട് 1-2 പേര് ഓർത്താൽ ആരെയായിരിക്കും സാറിനെ അറിയാവുന്നതും സാർ അറിയുന്നതും ആയ വ്യക്തികൾ? തീർച്ചയായിട്ടും തങ്കു ബ്രദറാണ്. തങ്കു ബ്രദറിന് ലഭിച്ച ആ ദൈവികമായിട്ടുള്ള വെളിപ്പാടുകൾ അത്യുഗ്രമാണ്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രസംഗങ്ങൾ. അതിനുശേഷം വിവാദങ്ങളിലൊക്കെ ചുഴിയിലൊക്കെ പെട്ടുപോയി. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷെങ്കിൽ ആദ്യകാലത്ത് ആ ടെൻറ്റിൽ ഇറങ്ങി നിന്നിരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ച വ്യക്തിയാണ്. അന്ന് പേര് ഓർമ്മയില്ല,
ഒരു ആൾ വന്ന് പാടുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞിട്ട് 55 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഒരു 4 അടി കൂടുതൽ പൊങ്ങിച്ചാടി ആരാധിച്ചതോർത്ത് അതെങ്ങനെ സാധിക്കുന്നു? നമുക്ക് കൃത്രിമമായിട്ട് ഒരു തവണ ചാടാൻ 2 തവണ ചാടാം, പക്ഷെ തുടർമാനമായിട്ട് ആ ഹോൾ പ്രോഗ്രാം തീരുന്നത് വരെ ഒരിക്കലും സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സത്യമാണ്. വചനം നമ്മളെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നത് സൽപ്രവർത്തികൾ നമുക്കായിട്ട് നിയമിച്ച് തന്ന് നമ്മളെ ഇത് ഈ ആംവേയുടെ ഒരു പ്രിൻസിപ്പിളാണ്. അതായത് ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരും. അവനാ ചെയ്യുന്നത്, അവനാ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീസും അവൻ അടച്ചു കഴിഞ്ഞു. നമ്മൾ ഏറ്റെടുത്താൽ മാത്രം ചെയ്തു ബലപ്പെട്ട് നിൽക്കാനായിട്ട് വചനം നമ്മളെല്ലാവരോടും, ഇപ്പം ഞാൻ അങ്ങയോടും വചനം പറയുക, ദൈവം വിടുവിപ്പിക്കാനായിട്ടാണ്, അതിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകാനാണ് കർത്താവ് വന്നത്. അത് അവനെ അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ എൻ്റെ രക്ഷിതാവെന്ന് പറയാൻ നമുക്ക് നാവ് വഴങ്ങുന്നുവെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷമുള്ള ക്രിയകളെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള വ്യൂസ് ഉണ്ട്. അതിലൊന്നും ഞാൻ കുടുങ്ങുന്നില്ല. ദൈവം മഹത്വപ്പെടണം, നമ്മളിലൂടെ മഹത്വപ്പെടണം. അതാണ് ഇപ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം. സാറിന് പെരുമ്പട്ടിയുമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പെരുമ്പട്ടിയിൽ ഞങ്ങൾക്ക് പിന്നെ കുടുംബപരമായിട്ട് സ്ഥലമുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടിട്ടില്ല. അത് വീട്ടിൻ്റെ കാശൊക്കെ പൂട്ടടിച്ചു. ആലുവ, പെരുമ്പട്ടി, ആലുവ, ലാറ്റൂർ സാറ് ഔദ്യോഗികമായിട്ട് ജോലി ചെയ്ത സ്ഥലങ്ങൾ, ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും നല്ല നാട്ടുകാരും ആരെയാണ് സാറ് കാണുന്നത്? അത് വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്ത് എനിക്ക് ഒത്തിരി ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയിട്ട് നാടാർ കുടുംബങ്ങളിൽ കയറി ഇറങ്ങി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അവരുടെ തെറ്റുകളെ ഒന്നും ഞാൻ മറച്ചു വെക്കുന്നുമില്ല. വെള്ളിയാഴ്ച ഈസി ആയിട്ട് അമ്പലത്തിലും ഞായറാഴ്ച ആരാധനയ്ക്കും പോകാനായിട്ട് ഒരു മടിയുമില്ല. അവർ ഓടുന്ന ട്രാക്ക് ശരിയല്ല, പക്ഷേ കർത്താവിന് അവരോട് വലിയ സ്നേഹമുണ്ട്. അത് കർത്താവ് എന്നിൽ കൂടെ പ്രകടിപ്പിക്കാൻ ഒരു യാത്ര നിമിത്തമായി. ഇപ്പം 14 കൊല്ലത്തിന് മുമ്പ് ഒരു ഗർഭിണി റെയിൽവേയിൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്നു. അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചു, ഞാൻ ഈ കൊച്ചിനെ ഒന്ന് അടുക്കലിരുത്തിയാൽ നിനക്ക് വല്ല പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. അനുവാദം ചോദിക്കണമല്ലോ. ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ടൈപ്പല്ലേ, ആരെങ്കിലും പിടിച്ചെടുത്ത് നിങ്ങളുടെ അഭ്യാസമല്ലേ. അപ്പം ഞാൻ പറഞ്ഞ അഭ്യാസമൊന്നുമല്ല മോളെ, ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇരുന്ന വഴിക്ക് ആ കൊച്ചെന്നോടൊക്കെ ചോദിക്കുകയാണ്, ആർ യു എ ബിലീവർ? ഞാൻ ചോദിച്ചു, ആണെങ്കിൽ. ഞാൻ ആണെന്ന് കമ്മിറ്റ് ചെയ്തില്ല. ആണെങ്കിൽ അങ്കിള് എൻ്റെ ഭർത്താവിനോട് സുവിശേഷം പറയണം, ഇന്ന് അവനെ ആദായപ്പെടുത്താൻ. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ഇന്നില്ല, ജോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. തെലുങ്കത്തിയാണ് കല്യാണം കഴിച്ചത്. ഒരു വർക്കറായിരുന്നു എൻ്റെ കമ്പനിയിൽ. അവനോട് എനിക്കൊരു താല്പര്യം തോന്നി. ഞാൻ ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 3 മണിക്ക് എനിക്ക് ഓഫാകും. ആ സമയത്ത് ഞാൻ വന്ന് വേദോസം തുറക്കും, ലേഖനങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ അന്ന് അവനെ കണ്ണുപോലും തുറന്നിട്ടില്ല. ഇപ്പോൾ വായിക്കും സ്വയമായിട്ട്. പക്ഷേ അന്ന് അത് ഓരോന്നും വായിച്ച് എനിക്ക് മനസ്സിലായത് ഞാൻ പകർന്നു കൊടുത്തു. അങ്ങനെ അത് എൻ്റെ പ്രീച്ചിങ് പേഴ്സൺ ടു പേഴ്സൺ, നോട്ട് ടു എ ഗ്രൂപ്പ്. ബട്ട് വ്യക്തിയെ എനിക്ക് എൻ്റെ മുമ്പിൽ കർത്താവ് നിർത്തിയതാണെന്ന് തോന്നിയാൽ, അപ്പോൾ അങ്ങയോടും വ്യക്തിപരമായിട്ട് സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു. എനിക്ക് ഒരു നായർത്തി പയ്യനാണ് എന്നെ സുവിശേഷത്തിലേക്ക് ആകർഷണനാക്കിയത്. അതൊരു ബ്രീഫ് പീരീഡ്, ഞാൻ പറയാതിരുന്ന ഒരു പീരീഡുണ്ട്. HCCയിൽ ഞാൻ 2ാമത് ജോയിൻ ചെയ്തു. ആ സമയത്ത് ലോവർ പെരിയാറിലാണ് എൻ്റെ ജോലി. ലോവർ പെരിയാറിൻ്റെ എൻ ടൈം വന്നപ്പം ഞാൻ വളരെ യൂസ്ഫുള്ളായിരുന്നു. 14 മാസം കൊണ്ട് അവരുടെ ജോലി പ്രൊജക്റ്റ്, 14 വർഷം നീണ്ടു കിടന്ന പ്രൊജക്റ്റ് ഞാൻ ക്ലോസ് ചെയ്ത് കൈ കൊടുത്തു. പക്ഷേ അവരെനിക്ക് ഭൂട്ടാനിലേക്ക് ട്രാൻസ്ഫർ പറഞ്ഞു. ഞാൻ പോവില്ല എന്ന് വാശി പിടിച്ചു. ആ സമയത്ത് തട്ടാൻ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ടുപോയി ഒരു മുറിയിലടച്ച് അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ മാത്രം എനിക്ക് പത്രവുമായിട്ട് ഹിന്ദു പേപ്പറുമായിട്ട് വരും. അപ്പോൾ ഞാൻ അവനോട് പറയും, ഇരിക്കണമെന്ന് പറയും. ഇരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. എന്ന് വെച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും പുകച്ച് ചാടിക്കണം, അതിന് ഇവനെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരിക്കാനാണ് എന്നോട് പറഞ്ഞത്. ഇരിക്കണം. അപ്പോൾ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്ന് സുവിശേഷം ഇങ്ങനെ ആറാൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇതെന്നെ പ്രലോഭിപ്പിക്കുകയാണ്, എന്താണെന്ന് ചോദിച്ചാൽ, യുവർ നെയിം ഈസ് വിജയകുമാർ ആൻഡ് അവൻ്റെ ഭാര്യയുടെ പേര് വിജയകുമാരി. ആർക്കോണത്തുള്ള പാർട്ടികളാണ്. പിന്നെ എനിക്കൊരു ബന്ധവുമില്ല. അവൻ കാണിച്ചു തന്നതാണ് യേശു. 2ാമത് CSI കാരിൽ നിന്നും പെന്തക്കോസിലേക്കുള്ള ദൂരം ഒരു ഹിന്ദുവാണ് നടത്തി.
സാർ പറഞ്ഞു. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ, സാറ് സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞു, ഈ വ്യക്തികളെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ സാറ് റിട്ടയർഡ് ലൈഫാണെന്ന് പറഞ്ഞു, ഇപ്പോഴും ബിസിയാണെന്നറിയാം. സാറിന് മുന്നോട്ടുള്ള ഭാവിയിൽ എന്താണ് സാറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാനൊരു ജസ്റ്റ് ഒരു റാൻഡമായിട്ട് ചോദിക്കുകയാണ്, സാറിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം. ഒരു മോഡൽ ഫാമായിട്ട് ഇതിനെ തീർക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, എന്നോട് സഹകരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ട് 2 പേര് പോകുന്നത് കണ്ടു. അവർ 500 വാഴ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എനിക്കെന്ത് തരുന്നു എന്നുള്ളതല്ല, നിനക്ക് ലാഭമുണ്ടായി ഇത്ര രൂപയുണ്ടായി എന്ന് എന്നോട് പറയണം. ഈ തൊഴിൽ നിന്നു പോകരുത്, അന്യമായി പോകരുത്. അത് ഞാനും ചെയ്യുന്നുണ്ട്. ഇപ്പം മുകളിൽ 600 മരങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. അതൊരു 50-50 എഗ്രിമെൻ്റാണ്, ജെൻറ്റിൽമെൻസ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഇത് റെക്കോർഡും ആകുക. അതുപോലെ തന്നെ താഴെ തെങ്ങ് നടുന്നുണ്ട്. അത് രണ്ടും ഒരേ വ്യക്തി തന്നെയാണ് എന്നോട് സഹകരിക്കുന്നത്. അതുപോലെ ഇനി എന്തൊക്കെ പ്രൊജക്റ്റ് കിട്ടിയാലും, ഇപ്പം ഞങ്ങൾ പെപ്പറിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു 100 എണ്ണം പുതിയ രീതിയിൽ പൈപ്പേൽ കയറ്റത്തക്ക വിധത്തിൽ അങ്ങനെയുള്ള പുതിയ പ്രൊജക്ട്സ്, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധന്യതയായിട്ട് ഞാൻ കണക്കാക്കും. എനിക്ക് ദീർഘായുസ്സുണ്ട്, അത് കർത്താവിനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന. ഞാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്, മുറുകെ പിടിക്കും.